എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഇതായിരുന്നു, ഗിഗ് വർക്കേഴ്സ് സഫർ ഫ്രം എ ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി റെഗുലേഷൻ. അതൊരു സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു റിപ്പോർട്ടിൽ ആക്ച്വലി ഗിഗ് വർക്കേഴ്സിനെ കുറിച്ച് പറയുവാണ്. ഗിഗ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു ഫോമൽ ആയിട്ടുള്ള എംപ്ലോയീസ് അല്ല, പക്ഷേ എന്നാൽ അതൊരു ഇൻഫോർമൽ അല്ല, അതൊരു ട്രാൻസിഷൻ സ്റ്റേജിലുള്ള ഒരു എംപ്ലോയർ കാറ്റഗറിയാണ്. അതായത് എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പം സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള ഡെലിവറി പാർട്ട്നേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ആ ഒരു കാറ്റഗറി ഓഫ് എംപ്ലോയ്മെൻറ്റിനെയാണ് ഗിഗ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് വർക്കേഴ്സിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടും അങ്ങനെയുള്ള അവരുടെ പ്രോബ്ലംസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഡേറ്റാസ് ആണ് കുറേ ഹൈലൈറ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഒരു വേ ഫോർവേഡും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ റൈറ്റിങ്ങിലൊക്കെ വരുമ്പോഴേക്കും ഈ ഡേറ്റാസ് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം അതിനകത്ത് എസ്പെഷ്യലി പറയുന്നത് ഈ ഒരു സ്റ്റഡി, അപ്പം നമുക്ക് ഈ ഡേറ്റ എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയണം. ദിസ് സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ബൈ പീപ്പിൾസ് അസോസിയേഷൻ ഇൻ ഗ്രാസ് റൂട്ട്സ് ആക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ആപ്പ് ബേസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ വർക്കേഴ്സ്. അപ്പം അത് ആ ഒരു റിസർച്ച് ഓർഗനൈസേഷനാണ് ആക്ച്വലി, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ട് എന്നും കൂടി ഓർത്തോണം, അതുകൂടി അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ആ സ്റ്റഡി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പം ഈ ഗിഗ് വർക്കേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് DNA ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സ്റ്റഡിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ, കീ ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ വർക്ക് കണ്ടീഷനാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നിയർലി വർക്ക് കണ്ടീഷനും പറയുന്നുണ്ട്, പിന്നെ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിയർലി 30%, അതായത് 1/3 ഓഫ് ആപ്പ് ബേസ്ഡ് ക്യാബ് ഡ്രൈവേഴ്സ് ഏകദേശം 14 മണിക്കൂറാണ് അവർ ഒരു ദിവസം പണിയെടുക്കുന്നത്. അതിൽ 83% ഓഫ് ക്യാബ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 10 hours ആണ് അവർ വർക്ക് ചെയ്യുന്നത്. 60% ഓഫ് ക്യാബ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് 12 hours ആണ് ഒരു ദിവസം അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് എങ്ങനെയാണ്? അതിൽ 60% ഓഫ് ഡ്രൈവേഴ്സ് അവർ SC/ST കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അവരാണ് 14 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതിലൊരു 16% ആൾക്കാർ മാത്രമേ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നിന്ന് വരുന്നുള്ളൂ എന്നും ആ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് പോപ്പുലേഷൻ വർക്ക് ചെയ്യുന്ന ടൈം നോക്കി അത് ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഡീസൻറ്റ് ഏർണിംഗ് ഇല്ല എന്നുള്ളത് അതൊരു ഫൈൻഡിങ് ആണ്. അതിൽ എന്ന് പറയുന്നത് ഏതാണ്? 43% ഓഫ് ദ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഒരു ദിവസം 500 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാത്തവരാണ്. അതായത് ഒരു മന്ത് അവർ 15,000 റുപ്പീസ് പെർ മന്ത് പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അവർ അതിനുള്ള കോസ്റ്റും പെട്രോൾ കോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പോലും അവർ 15,000 പെർ മന്ത് പോലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റത്തില്ല. എമംഗ് ദ ആപ്പ് ബേസ്ഡ് ഡെലിവറി ഡ്രൈവേഴ്സ് ഏകദേശം 34% ലെസ് ദാൻ 10,000 പെർ മന്ത് ആണ് അവർ ഏൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് മാറും. അപ്പം നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് അല്ലെങ്കിൽ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ട് ഇത് മാറും. ഓക്കെ, 78% ഓഫ് ഡെലിവറി പേഴ്സൺസ് ഏകദേശം 10 hours സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവർക്ക് ഈ ഒരു കാറ്റഗറി ഓഫ് ഏർണിങ്സേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഡേറ്റയൊക്കെ നമുക്ക് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് ഉള്ളൊരു ഡേറ്റ ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു? 50% ഓഫ് വർക്കിംഗ് വുമൺ ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഡേറ്റാസൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ കോവിഡ്. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളൊരു ഡേറ്റയാണ് ഇത്. ഗിഗ് വർക്കേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മെയിൻസിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും, കാരണം ഗിഗ് എക്കോണമി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയിൽ തന്നെ ഇപ്പോൾ ഒരു മേജർ പാർട്ടായിട്ട് വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമുക്ക് ഈ ഡേറ്റയൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു വാലിഡേഷൻ എന്ന പോലെ നമ്മളിടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് വാലിഡേഷൻ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഗിഗ് എക്കണോമിയിൽ ദേ ആർ പെയ്ഡ് ലെസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് നമുക്ക് ഈ ഡേറ്റ ഹൈലൈറ്റ് ചെയ്യാം. 43% ഓഫ് പാർട്ടിസിപ്പൻസ് ഏൺ ലെസ് ദാൻ 500 rupees പെർ ഡേ ഓർ 15,000 പെർ മന്ത് ബേസ്ഡ് ഓൺ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ സോ ആൻഡ് സോ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അതൊരു വാലിഡേഷനാണ് നമ്മൾ കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിന്, ആ ഒരു പോയിന്റിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് റെക്കമെൻഡേഷൻ എന്താണ്?
സ്ട്രെങ്തനിങ് സോഷ്യൽ സെക്യൂരിറ്റി. ദ റിപ്പോർട്ട് കോൾസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രോങ്ങർ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പോൾ ഈ റിപ്പോർട്ട് ബേസിക്കലി ഹൈലൈറ്റ് ചെയ്തത് ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് വേണമെന്നാണ്. അതായത് നമുക്കറിയാം ഇവർക്ക് ഇൻഷുറൻസോ അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ വർക്ക് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഡെലിവറി പാർട്ട്നേഴ്സിന് കിട്ടുന്നൊരു എമൗണ്ട്. ഓക്കെ, അവർക്ക് അതിൽ നിന്ന് PF അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. മന്ത്ലി സാലറി ബേസ് ചെയ്തിട്ടൊന്നും അല്ല ഇവരുടെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ഓവർസൈറ്റ് ഓൺ ആൽഗോറിതം ആൻഡ് മോണിറ്ററിംഗ് മെക്കാനിസം. അപ്പം ഇവർ ഏർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സസൈസ് ഓവർസൈറ്റ് ഓൺ ഫെയർനെസ്. അതായത് ഈ പ്ലാറ്റ്ഫോംസിൽ എന്താണ് വർക്കേഴ്സിൽ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവരിക എന്നാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഹൈലൈറ്റ് ചെയ്യുക. അതായത് ഈ വർക്കേഴ്സിന് അവർക്ക് 76% ഓഫ് ഡെലിവറി പേഴ്സൺസിന് പോലും എന്താണ് ഇവർക്ക് ഒരു ദിവസത്തെ അവരുടെ ഫുഡിനുള്ള പൈസ പോലും അവർക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഫെയർ ആൻഡ് ലീവബിൾ വേജ്, ഒരു മിനിമം വേജ് എങ്കിലും ഇവർക്ക് ഈ ആപ്പ് ബേസ്ഡ് കമ്പനീസിൽ നിന്ന് അവർക്ക് ഉറപ്പ് വരുത്തണം. പിന്നെ ടാക്ലിംഗ് ഡീആക്ടിവേഷൻ ആൻഡ് കസ്റ്റമർ ബിഹേവിയർ. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, കസ്റ്റമേഴ്സ് ചിലപ്പം ലേറ്റ് ആയതിനൊക്കെ അവർ മിസ്ബിഹേവ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ ID റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള കുറേ ഇൻസിഡൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ ഡെലിവറി പാർട്ട്നേഴ്സൊക്കെ ടാർഗറ്റഡ് ആയിട്ടുള്ള കേസസ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, അതാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാവശ്യത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ DNA പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒരു ഇലക്ഷൻ കമ്മീഷണർ റിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ റെസിഗ്നേഷൻ വന്നപ്പോഴേക്കും, അതായത് ജസ്റ്റ് വീക്സ് ബിഫോർ ലോക്സഭ ഇലക്ഷനാണ് ഈ റെസിഗ്നേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കമ്മീഷണറും ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ അനൂപ് ചന്ദ്രപാണ്ഡെ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണറും എന്താണ് റിട്ടയർ ആകുവാണ്. അപ്പോൾ 2 വേക്കൻസീസ് ആണ് കറൻ്റ്ലി ഇലക്ഷൻ കമ്മീഷനിൽ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇത് ഫില്ല് ചെയ്യേണ്ട ഒരു ഇത് ഗവൺമെൻറ്റിനുണ്ട്. കാരണം എന്താണ്, ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ഇൻറ്റഗ്രിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കും. അവർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇലക്ട്രൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ അപ്ഹോൾഡ് ചെയ്യുന്നത്, പിന്നെ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ചെക്സ് ആൻഡ് ബാലൻസസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പിന്നെ ഇതെങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ട് നിൽക്കുന്നത്, പിന്നെ ഹൗ ഇലക്ഷൻ കമ്മീഷൻ ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്? അപ്പോൾ നമുക്കറിയാം ഇത് ഈ ഒരു ന്യൂസ് വരുന്നതിന് മുമ്പേ നമ്മുടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു ബില്ല് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ ഇലക്ഷൻസ് എങ്ങനെയാണ് ബില്ല് കൊണ്ടുവന്നായിരുന്നു, എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ റിലേറ്റഡ് ആയിട്ടൊരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു മേജർ കൺസേൺ ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എടുക്കാം, അതുപോലെ തന്നെ ഈ ബില്ല് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാനിതിൻ്റെ ഒരു ഇവാലുവേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 324 കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വേണം, പിന്നെ അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് വേണം. മൊത്തം 3 പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എംപവർ ചെയ്യുന്നത്, പ്രസിഡൻ്റാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് CEC ആൻഡ് EC, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണറിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ബട്ട് സബ്ജക്റ്റഡ് ടു പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമപ്രകാരമായിരിക്കും അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു പാർലമെൻ്ററി ലോ ഇല്ലാത്ത കാരണം സുപ്രീം കോടതി എന്ത് ചെയ്തു, ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് മാർച്ച് 2023 കൊണ്ടുവന്നായിരുന്നു. അതിൽ എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണറിനെയും അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണം. അതിൽ പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഓർ ദ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ഇൻ ദ ലോക്സഭ വേണമെന്ന് സുപ്രീം കോർട്ട് മാർച്ചിൽ ഇത് കൊടുത്തായിരുന്നു. അങ്ങനൊരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നായിരുന്നു. ആ കേസാണ് അനൂപ് ഭർവാൾ കേസ്. ഓക്കെ, അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് മെയിൻസ് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്, ഒരു സുപ്രീം കോർട്ട് കേസാണ് അനൂപ് ഭർവാൾ കേസ്. ഓക്കെ, ആ കേസ് നമുക്ക് ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്താൽ പോലും തന്നെ നമുക്കൊരു വാലിഡേഷൻ അതിനകത്ത് കിട്ടും. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഗവൺമെൻറ് ഒരു ബില്ല് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി പാസ്ഡ് ബിൽ പ്രൊവൈഡ്സ് ഫോർ എ സ്ട്രക്ചറൽ മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫോർ ദ പോസ്റ്റ് ഓഫ് CEC ആൻഡ് EC.
ഓക്കെ, അതാണ് ഈ ഡിസംബറിൽ അവർ പാസ് ചെയ്ത ബില്ല്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് കാണും. പിന്നെ അതിൽ പാനൽ ഓഫ് 5 persons ഫോർ കൺസിഡറേഷൻ ബൈ സെലക്ഷൻ ഓഫ് കമ്മിറ്റി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പ്രൈം മിനിസ്റ്റർ കാണും, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ കാണും, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ കാണും. ഓക്കെ, അപ്പം ഈ കമ്മിറ്റിയുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ മെമ്പേഴ്സാണിത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നമ്മുടെ കറണ്ട് കേസിൽ നമുക്കൊരു പ്രോപ്പർ ഓപ്പോസിഷൻ ലീഡർ ഇല്ല. കാരണം എന്താണ്, 10% ഓഫ് സീറ്റ്സ് എങ്കിലും സെക്യൂർ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറിനെയാണ് നമ്മൾ ഓപ്പോസിഷൻ ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ കറണ്ട് കേസിൽ BJP അല്ലാതെ വേറൊരു പാർട്ടിക്ക് പോലും 10% കൂടുതൽ സീറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരു ഓപ്പോസിഷൻ ലീഡറില്ല. അപ്പം എന്താണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷണർ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് ഇതിനകത്ത്. ഓക്കെ, അതൊക്കെയാണ് ഈ ഓപ്പോസിഷൻ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം CEC ആൻഡ് EC വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ കമ്മിറ്റീസ് റെക്കമെൻഡ്. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് കംപ്രൈസ് ചെയ്തേക്കുന്നത്? പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഓഫ് ദ ലോക്സഭ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇൻഡിപെൻഡൻസും ക്രെഡിബിലിറ്റിയും എൻഷുർ ചെയ്യുന്നത്? അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു വൈബ്രൻറ്റ് ഡെമോക്രസി ആയതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പ്രോപ്പറായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ നടക്കേണ്ടത് ഒരു മേജർ റീസണാണ്. അപ്പോൾ ഈ ഒരു ലോ പ്രപ്പോസ് ചെയ്തപ്പോഴേക്കും എന്താണ്, ഇത് ഒരു സോൾലി എക്സിക്യൂട്ടീവ് ഡിസിഷനിൽ നിന്ന് ഒരു കമ്മിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സെലക്ഷനായി. പക്ഷേ ഇത് പ്യൂർലി എക്സിക്യൂട്ടീവ്സ് ആണ് ഇതിനകത്ത് ഉള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഇതൊരു ഗവൺമെൻറ്, അതായത് റൂളിംഗ് ഗവൺമെൻറ്റിന് ഫേവർ ആയിട്ടുള്ള രീതിയിൽ അത് ടിൽറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ ഈ സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ എന്താണ്, അനൂപ് വർമാൾ കേസിൽ സുപ്രീം കോടതി തന്നെ റെക്കമെൻഡ് ചെയ്താലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഷുഡ് ബി എ മെമ്പർ ഓഫ് ദ സെലക്ഷൻ പാനൽ. അപ്പോൾ ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഓട്ടോണോമീനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പം ഈ പ്രൊപ്പോസ്ഡ് കമ്മിറ്റിയിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു പാനൽ തന്നെ വേണം, എന്നാലേ ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ലെ പബ്ലിക് കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ. പിന്നെ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ്, അപ്പോൾ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിൽ ബാക്കിയുള്ള ലോകത്തെ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഇലക്ടറൽ ബോഡീനെ സെലക്ട് ചെയ്യുന്നത്, ബാക്കി ഡെമോക്രസീസൊക്കെ ഇലക്ടറൽ ബോഡീസിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം സൗത്ത് ആഫ്രിക്ക സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് കാണും, ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് കാണും, പിന്നെ ജെൻഡർ ഇക്വാലിറ്റി ബോഡീസ് ഈ ഒരു സെലക്ഷൻ പാനലിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ UK കേസിലാണെങ്കിൽ ഹൗസ് ഓഫ് കോമൺസ് ഒരു കാൻഡിഡേറ്റ്സിനെ അപ്രൂവ് ചെയ്യും. US കേസിൽ എന്താണ്, പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യും, എന്നിട്ട് സെനറ്റ് അത് കൺഫേം ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസസ് ആക്ച്വലി എന്താണ്, ട്രാൻസ്പെറൻസിയും ഇൻക്ലൂസിവിറ്റിയും ഒക്കെ ഈ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിലൊരു നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ ഇലക്ഷൻ പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കേസസിൽ നമുക്കൊരു കോമൺ കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുന്നത്, ആസ് എ വൈബ്രൻറ്റ് ഡെമോക്രസി ഇന്ത്യ മസ്റ്റ് എൻഷുർ ദാറ്റ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെയും അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് എന്താണ്, ഇൻഡിപെൻഡൻസ്, ട്രാൻസ്പെറൻസി, ക്രെഡിബിലിറ്റി എന്ന പ്രിൻസിപ്പിൾസ് അപ്ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ വൈൽ പാർലമെൻറ്റ് ഹാസ് ദ പ്രൊറോഗേറ്റീവ് ടു ലെജിസ്ലേറ്റ് ഓൺ ദിസ് മാറ്റർ. അപ്പം ഈ ഒരു കാര്യത്തിലും എക്സിക്യൂട്ടീവ് പവറും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണോമി, അതായത് എന്താണ്, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്, അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഓട്ടോണോമിയെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടും എക്സിക്യൂട്ടീവ് പവറിൻ്റെ ബാലൻസിലും വേണം ഇങ്ങനൊരു പ്രോസസ്സ് നടത്താനായിട്ട്. Ultimately, the integrity of the electoral process and public trust in the Election Commission of India should be guiding principles in shaping the appointment mechanism. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം ഇതൊരു എക്സിക്യൂട്ടീവിൻ്റെ പവറിൽ വരുന്നൊരു സംഭവമാണെങ്കിൽ കൂടി അതിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെ ആ ഒരു ഇലക്ഷൻ ബോഡിയുടെ ഇൻഡിപെൻഡൻസിനെ നമ്മൾ മാനിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡൻ ലംഗൂസ്, നമ്മുടെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ന്യൂസാണ്.
ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഗോൾഡൻ ലംഗൂർ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. പക്ഷേ ഗോൾഡൻ ലംഗൂസ് അതിൻ്റെ ത്രെറ്റ് വരുന്ന കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഗോൾഡൻ ലംഗൂറിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിമുണ്ട്, തർച്ചിപ്പേക്കിസ് ഗീ എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് മോസ്റ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്ന അതിൻ്റെ ഫെറിൻ്റെ കളർ വെച്ചാണ്. അപ്പം ഇത് ഓരോ സീസൺസും റീജിയൻസും അനുസരിച്ച് ഇതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും, ഫെറിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ എന്താണ് കോമൺലി ദേ ആർ നോൺ ആസ് ലീഫ് മങ്കീസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹാബിറ്റാറ്റ് എന്താണ്? ഇവിടെ ഇന്ത്യയിൽ എന്താണ് വെസ്റ്റേൺ ആസാമിലാണ് കാണപ്പെടുന്നത്, പിന്നെ സദേൺ ഭൂട്ടാനിലും കാണപ്പെടുന്നുണ്ട് ഗോൾഡൻ ലംഗൂസ്. ഓക്കെ, പിന്നെ ഇത് ആക്ച്വലി റെസ്ട്രിക്റ്റഡ് ടു ദ regions surrounded by 4 geographical landmarks: foothills of Bhutan in north, Manas River in east, Sankosh River in west and Brahmaputra River in south. അപ്പോൾ ഇതിൻ്റെ ത്രെറ്റ്സ് എന്താണ്? ഇതിൻ്റെ ഹാബിറ്റാറ്റ്സിനെ ത്രെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഈ നാച്ചുറൽ ബൗണ്ടറീസിന് ഉള്ള നാച്ചുറൽ ബൗണ്ടറീസിനെ ഫേസ് ചെയ്യുന്ന ഡീഫോറസ്റ്റേഷനും അങ്ങനത്തെ കാര്യങ്ങൾ അതിനൊരു ത്രെറ്റാണ്. പിന്നെ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ വരുന്നുണ്ട്, മാസീവ് ഡീഫോറസ്ട്രേഷനും അതിനൊരു ത്രെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻബ്രീഡിങ്, അതായത് വയേഴ്സും ഗ്യാപ്സും ഒക്കെ വരുമ്പോഴേക്കും ഇൻബ്രീഡിങ് ഈ ഗോൾഡൻ ലംഗൂസിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്താണ് ഈ അതിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ അത് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസർവേഷൻ എഫേർട്ട് എന്ന് പറയുമ്പോഴേക്കും സെൻട്രൽ സൂ അതോറിറ്റി ഓഫ് ന്യൂഡൽഹി എന്താണ് ഒരു ഈ സ്റ്റേറ്റ് സൂവിനെ, അതായത് ആസാമിൽ ഈ ഗോൾഡൻ ലംഗൂസിൻ്റെ ബ്രീഡിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ആസാമിൽ തന്നെ 5,000+ ഗോൾഡൻ ലംഗൂസ് ഉണ്ട് എന്നാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ IUCN സ്റ്റാറ്റസ് അനുസരിച്ച് ഇതിൻ്റെ കാറ്റഗറി എൻഡേഞ്ചേർഡ് സ്പീഷീസിലാണ് വരുന്നത്. സൈറ്റ്സിൻ്റെ കേസിൽ അപ്പൻഡിക്സ് 1 പെടുന്ന ഒരു സ്പീഷീസാണ്. WPA അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 പെടുന്ന ഒരു ആനിമലാണ് ഗോൾഡൻ ലംഗൂസ് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ 3 ന്യൂസാണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. അപ്പം നിങ്ങൾക്ക് പ്രാവശ്യത്തെ DNA ഇഷ്ടപ്പെട്ടു ഓർക്കുന്നു, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത പ്രാവശ്യത്തെ DNAയിൽ നമ്മൾ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.